ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിക്കേണ്ട സീറ്റുകളിൽ യുവമുഖങ്ങളെ ഇറക്കാൻ കോൺഗ്രസ്. തൃശൂരിൽ സന്ദീപ് വാര്യരും തിരുവമ്പാടിയിൽ VS ജോയും. കഴിഞ്ഞ വർഷം കൈവിട്ട തൃത്താലയിൽ വീണ്ടും കൊടികുത്താൻ VT ബൽറാം എത്തും. അബിൻ വർക്കിക്ക് ചെങ്ങന്നൂർ. തിരുവനന്തപുരത്ത് ശബരിനാഥൻ. കാഞ്ഞിരപ്പള്ളി പിടിക്കാൻ KSU നേതാവ് ആൻ സെബാസ്റ്റ്യൻ. ആഭ്യന്തര തർക്കങ്ങൾക്കിടെ BJP കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത്. അവഗണിക്കപ്പെടുന്നെന്ന് മുതിർന്ന നേതാക്കളിൽ ചിലർ. ഇല്ലാത്ത പ്രശ്നമുണ്ടാക്കുന്നെന്ന് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട്. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നീക്കം. പുതിയ പോലീസ് മേധാവിയെ ഇന്ന് പ്രഖ്യാപിക്കും. പ്രത്യേക മന്ത്രിസഭാ യോഗം രാവിലെ. റവാഡ ചന്ദ്രശേഖറിന് കൂടുതൽ സാധ്യത. യോഗേഷ് ഗുപ്തയും നിതിൻ അഗർവാളും ചുരുക്കപ്പട്ടികയിലെ മറ്റ് 2 പേർ. മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും കണ്ട് റവാഡ. ഷെയ്ഖ് ദർവേഷ് സാഹിബിന് ഔദ്യോഗിക യാത്രയപ്പ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥിതി ഗുരുതരമെന്ന് വ്യക്തമാക്കി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. വീണ്ടും ശസ്ത്രക്രിയ നീട്ടിവെച്ചവർ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നു. അന്വേഷണ സമിതിയെ നിയോഗിച്ചതിൽ തൃപ്തിയുണ്ടെന്നും ഡോക്ടർ ഹാരിസ്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും 4-അംഗ സമിതി പരിശോധിക്കും. ആക്ഷേപങ്ങളിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമിക വിലയിരുത്തൽ. ആശുപത്രിയിലെ അനാസ്ഥ ഉയർത്തി സമരത്തിന് കോൺഗ്രസ് തീരുമാനം. തൃശൂരിൽ അവിവാഹിത പങ്കാളികൾ കുഞ്ഞുങ്ങളെ കൊന്ന കേസിൽ നിറയെ ദുരൂഹത. വിശദമായ അന്വേഷണത്തിന് പോലീസ്. കുഞ്ഞുങ്ങളെ മറവ് ചെയ്ത കുഴികൾ ഇന്ന് തുറക്കും. തെളിവെടുപ്പ് പൂർത്തിയാക്കി. പ്രതികളായ അനീഷയെയും ഭവിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പേരുമാറ്റ നിർദ്ദേശത്തിനെതിരെ സിനിമാ സംഘടനകളുടെ സമരം ഇന്ന്. പ്രതിഷേധം സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ. താരങ്ങളും സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും പങ്കെടുക്കും. പ്രദർശനാനുമതി വേഗത്തിലാക്കണമെന്ന നിർമ്മാതാക്കളുടെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് തീവ്ര മഴ ഉണ്ടാവില്ലെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഇന്നെവിടെയും റെഡ് ഓറഞ്ച് അലർട്ടുകളില്ല. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് മാത്രം. ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കുകയാണ് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഉറപ്പിക്കാൻ 3-ാം വട്ട സർവേ പൂർത്തിയാക്കിയിരിക്കുന്നു AICC. ജയസാധ്യത കുറഞ്ഞ 30 C ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരരംഗത്തിറക്കി മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനാണ് പദ്ധതി. തിരുവമ്പാടിയിൽ VS ജോയും തൃത്താലയിൽ VT ബൽറാമും തൃശൂരിൽ സന്ദീപ് വാര്യരും മത്സര രംഗത്തിറങ്ങുമെന്നാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ജയമുറപ്പുള്ള മണ്ഡലങ്ങൾ, ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് AICCയുടെ സർവേ നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. ജയസാധ്യത കുറഞ്ഞ 30 C ക്ലാസ് മണ്ഡലങ്ങളിൽ യുവമുഖങ്ങളെ മത്സരരംഗത്തിറക്കി മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനാണ് പദ്ധതി. തിരുവമ്പാടി, തൃത്താല, തൃശൂർ എന്നിവിടങ്ങളിൽ യഥാക്രമം VS ജോയി, VT ബൽറാം, സന്ദീപ് വാര്യർ തുടങ്ങിയ പേരുകൾക്കാണ് മുൻതൂക്കം. ചെങ്ങന്നൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും തിരുവനന്തപുരം സെൻട്രലിൽ KS ശബരിനാഥനും പീരുമേട്ടിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യസ് സേവ്യറും പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഉദുമയിൽ BP പ്രദീപ് കുമാർ, തൃക്കരിപ്പൂരിൽ ജോമോൻ ജോസ്, തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബ്ദുൾ റഷീദ്, പയ്യന്നൂരിൽ മുഹമ്മദ് ഷമാസ്, കണ്ണൂരിൽ റിജിൽ മാക്കുറ്റി, പേരാമ്പ്രയിൽ VR അനൂപ്, കൊയിലാണ്ടിയിൽ KM അഭിജിത്ത്, കോഴിക്കോട് നോർത്തിൽ വിദ്യാ ബാലകൃഷ്ണൻ, ബാലുശ്ശേരിയിൽ VT സൂരജ്, തവനൂരിൽ AM രോഹിത്, പട്ടാമ്പിയിൽ റിയസ് മുക്കോളി, കുന്നംകുളത്ത് സോയ ജോസഫ്, മണലൂരിൽ ശോഭ സുബിൻ, കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ്, കോതമംഗലത്ത് ജിൻഡോ ജോൺ, അമ്പലപ്പുഴയിൽ AR കണ്ണൻ, കായംകുളത്ത് അരിത ബാബു,
കാഞ്ഞിരപ്പള്ളിയിൽ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ, പുനലൂരിൽ അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ, കഴക്കൂട്ടത്ത് JS അഖിൽ, ചിറയിൻകീഴ് BS അനൂപ്, നെടുമങ്ങാട് BRM ഷഫീർ, വർക്കലയിൽ MJ ആനന്ദ്, അരുവിക്കരയിൽ MR ബൈജു തുടങ്ങിയ പേരുകൾക്കാണ് മുൻഗണന. നിർദ്ദിഷ്ട മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങാൻ യുവമുഖങ്ങൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉടൻ നിർദ്ദേശം നൽകുമെന്നാണ് വിവരം. അതേസമയം മുതിർന്ന നേതാക്കളുടെ തമ്മിലടി ജയസാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും AICC നേരിട്ടാകും മേൽനോട്ടം വഹിക്കുക. ഡാൻ കുര്യൻ, News 18, തിരുവനന്തപുരം. ഡാൻ കുര്യൻ തന്നെ വിശദമായ വിവരങ്ങളുമായി. ഡാൻ, നിലമ്പൂരിൽ നിന്ന് കിട്ടിയ ഒരു ആത്മവിശ്വാസം ഇപ്പോഴും എന്തായാലും UDF ക്യാമ്പിലുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസിനുണ്ട്. പക്ഷേ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അതിനെ സ്ട്രെച്ച് ചെയ്ത് നിർത്തുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് AICCയുടെ ഈ സർവേ റിപ്പോർട്ട് പുറത്തിറങ്ങുന്നത്. എന്തൊക്കെയാണ് ആവനാഴിയിൽ AICC കരുതി വെക്കുന്ന ഈ അസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടം എന്ന നിലയ്ക്ക്? ഒരു തവണ കൂടി കേരളം നഷ്ടപ്പെട്ടാൽ തിരികെ അധികാരത്തിലേക്ക് എത്തുക ഏറെ പ്രയാസകരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനം AICC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മേൽത്തട്ടിലെ തമ്മിലടി ഒരു തരത്തിലും ജയസാധ്യതകളെ ബാധിക്കാതിരിക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും അടക്കം നേരിട്ട് മേൽനോട്ടം വഹിക്കാനുള്ള AICCയുടെ തീരുമാനം. AICCയുടെ ഒരു പ്രത്യേക കോർ കമ്മിറ്റി ആയിരിക്കും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കുമൊക്കെ ചുക്കാൻ പിടിക്കുക. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അടങ്ങുന്നതായിരിക്കും ഈ കോർ കമ്മിറ്റി. അവരുടെ പ്രവർത്തനം വൈകാതെ തന്നെ കേരളത്തിൽ തുടക്കമിടും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനിടയിലാണ് മൂന്നായി തിരിച്ചുകൊണ്ട് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, ജയിക്കുമെന്ന ഉറപ്പുള്ള മണ്ഡലങ്ങൾ, ജയസാധ്യത കുറഞ്ഞ എന്നാൽ കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ, ഇങ്ങനെ മൂന്നായി കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് AICCയുടെ സർവേ നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. അതിൽ മൂന്നാം വിഭാഗത്തിൽപ്പെടുന്ന C ക്ലാസ് മണ്ഡലങ്ങളിലേക്കാണ് യുവമുഖങ്ങളെ നേരത്തെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനായി കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് AICC എത്തുന്നത്. അവിടെയാണ് ശ്രദ്ധേയമായ പല മുഖങ്ങളും, അതായത് തൃശൂരിൽ സന്ദീപ് വാര്യരെ കളത്തിലിറക്കുന്നതോടെ BJP വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാൻ കഴിയും എന്നൊരു വലിയ പ്രതീക്ഷയിലാണ് AICC നേതൃത്വം. അങ്ങനെയാണ് സന്ദീപ് വാര്യരെ തൃശൂരിൽ കളത്തിലിറക്കാനുള്ള നീക്കം. തൃത്താലയിൽ VT ബൽറാമിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് AICCയുടെ പ്രതീക്ഷ. അതോടൊപ്പമാണ് അബിൻ വർക്കിയെ ചെങ്ങന്നൂരിൽ ഇറക്കുന്നു. അതോടൊപ്പം പീരുമേട്ടിൽ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ, കാഞ്ഞിരപ്പള്ളിയിൽ KSUവിന്റെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ തുടങ്ങിയ പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം ജില്ലയിലടക്കം പ്രാദേശികമായി സ്വീകാര്യരായ അല്ലെങ്കിൽ പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ, യുവമുഖങ്ങളെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ഈ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന യുവമുഖങ്ങൾക്ക് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും മുൻഗണന ലഭിക്കുക ഈ പട്ടികയിൽ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, മലപ്പുറം DCC പ്രസിഡന്റും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്ന് വലിയ തരത്തിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന VS ജോയിയെ തിരുവമ്പാടിയിൽ, അതായത് ലീഗിന്റെ സീറ്റാണ് തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് VS ജോയിയെ അവിടെ കളത്തിലിറക്കാനുള്ള ചർച്ചകളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ പകരം ലീഗിന് പട്ടാമ്പി സീറ്റ് നൽകിയേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അത് UDFിലെ ഘടകകക്ഷികളുമായി വിശദമായ ചർച്ചകൾ നടത്തിയിട്ടായിരിക്കും ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളുമായി ഈ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും തിരുവമ്പാടിയിൽ VS ജോയിയെ കളത്തിലിറക്കി അവിടെ നിന്ന് യുവമുഖമായി നിയമസഭയിലേക്ക് എത്തിക്കുക എന്നൊരു വലിയ പ്ലാനാണ് AICCക്ക് മുമ്പിലുള്ളത്. സ്ഥാനാർത്ഥി നിർണയം അടക്കം തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും AICC നേരിട്ട് ചുക്കാൻ പിടിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും സമാനമായ തരത്തിൽ യുവ വനിതാ പ്രാതിനിധ്യം പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായി വരുന്ന 2-ാം തീയതി DCC ഭാരവാഹികളുടെയും KPCC ഭാരവാഹികളുടെയും യോഗം ഇന്ദിരാഭവനിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പാണ് AICC നടത്തിയ സർവേയുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ News 18 പുറത്തുവിടുന്നത്. ഡാൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരുപക്ഷെ
CPM ഒക്കെ ഇതിനെ ആലോചിക്കുന്നതിന് മുൻപേ രാഹുൽ ബ്രിഗേഡ് എന്ന പേരിൽ ഒരു കൂട്ടം യുവ നേതാക്കളെ ഇറക്കി ഇങ്ങനെ ഒരു സക്സസ് ഫോർമുല മുൻപ് തന്നെ AICC പരീക്ഷിച്ചിട്ടുണ്ട്. അന്ന് വലിയ മാറ്റം ഈ ജനപ്രതിനിധികളുടെ നമ്മൾ നോക്കുമ്പോൾ ആ പട്ടിക നോക്കുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാകുന്ന തരത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതിനെ അംഗീകരിക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ തയ്യാറാവുമോ എന്നതാണ്. അവർ ഓരോരുത്തരും ഇപ്പോൾ ഈ നമ്മൾ കണ്ട പട്ടികയിലെ പല സീറ്റും ലക്ഷ്യമിട്ട് എത്രയോ കാലമായി ഇരിക്കുന്ന മുതിർന്ന നേതാക്കളുണ്ട്. ഇപ്പോൾ തന്നെ ഈ നിലമ്പൂരിൽ കണ്ട ഒരു യൂത്ത് സ്റ്റൈൽ അതിനൊക്കെ എതിരെ അവർക്ക് ഇടയിൽ പ്രതിഷേധമുണ്ട്. അവർ പലയിടത്തായി റീൽസ് അല്ല രാഷ്ട്രീയം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ തർക്കമില്ലാതെ ഈ പട്ടികയെ അംഗീകരിപ്പിക്കുക അല്ലെങ്കിൽ ഈ പട്ടികയിലുള്ള ആളുകളെ കൊണ്ടുവരിക എന്നത് എത്രത്തോളം വലിയ വെല്ലുവിളിയാവും? ശ്രീജ, ക്യാപ്റ്റൻ തർക്കവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞ വിവാദങ്ങൾ അത് ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെട്ടാണ് നേതാക്കളുടെ വായടപ്പിച്ചത്. അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലും സമാനമായ തരത്തിലുള്ള കലാപക്കളി ഉയരാനുള്ള സാധ്യത ഒരു വശത്തുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് മുതിർന്ന നേതാക്കളെ, അതായത് അസംതൃപ്തരായ മുതിർന്ന നേതാക്കളെ, ക്യാപ്റ്റൻ വിവാദത്തിൽ അടക്കം അസംതൃപ്തി നേരിട്ട് ഹൈക്കമാൻഡിനെ അറിയിച്ച മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകേണ്ടതിന് അനിവാര്യത രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും നേരിട്ട് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ബോധ്യപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. വൈകാതെ തന്നെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനാണ് സാധ്യത. അതിന് മുന്നോടിയായി ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന യുവമുഖങ്ങൾക്ക് അതത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് താഴെത്തട്ടിലേക്ക് പ്രവർത്തനം സജീവമാക്കാനുള്ള നിർദ്ദേശം യുവ സംവിധാനങ്ങളെ മുഴുവൻ, സംഘടനാ സംവിധാനങ്ങളെ മുഴുവൻ ഒപ്പം ചേർത്തുകൊണ്ട് പ്രവർത്തനം സജീവമാക്കാനുള്ള നിർദ്ദേശം നേരത്തെ നൽകാനുള്ള തയ്യാറെടുപ്പാണ് AICCയുടെ ഭാഗത്ത് നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി എതിർപ്പുകൾ ഉയരാം, അമർഷങ്ങൾ ഉയരാം. അവരെ പറഞ്ഞ് യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജയം മാത്രം ലക്ഷ്യമാക്കിയായിരിക്കും സ്ഥാനാർത്ഥി നിർണയം എന്നൊരു സ്ട്രാറ്റജി അജണ്ട മുമ്പോട്ട് വെച്ചുകൊണ്ടായിരിക്കും ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുകയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മൂന്നാം തവണയും അധികാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഡാൻ സൂചിപ്പിച്ചതുപോലെ തിരിച്ചുവരവ് അത്ര എളുപ്പമാവില്ല. ഒരു വശത്താണെങ്കിൽ നമ്മൾ കാണുന്നത് മൂന്നാം തവണയും തുടർ ഭരണം എന്നത് ഉറപ്പാണ് എന്ന മട്ടിൽ ആത്മവിശ്വാസത്തോടെ പോകുന്ന LDFനെയും CPMനെയുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഫോർമുല ഏതൊക്കെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? വിജയസാധ്യത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഓരോയിടത്തും നമ്മൾ ഈ പട്ടിക വ്യക്തിപരമായി നോക്കുമ്പോൾ നമുക്കറിയാം ഓരോ മേഖലയിലും സ്വാധീനമുള്ള യുവ നേതാക്കളെ തന്നെ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു കമ്പോസിഷൻ എത്രത്തോളം കൃത്യമാണ്? ഇപ്പോൾ തൃശ്ശൂരിൽ സന്ദീപ് വാര്യരായാലും തൃത്താലയിൽ VT ബൽറാം ആയാലും ഒക്കെ നമുക്കറിയാം അതത് ഇടങ്ങളിൽ സ്വാധീനം, മറ്റ് പല ഘടകങ്ങൾ, ഇതൊക്കെ പരിഗണിച്ച് ഈ പട്ടിക എത്രത്തോളം സമഗ്രമാണെന്നാണ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അവിടെ ശ്രീജ എടുത്തു പറയേണ്ട കാര്യം, ആദ്യഘട്ടത്തിൽ AICC നേരിട്ട് ഒരു സർവേ നടത്തുന്നു. പിന്നീട് സുനിൽ കനുകൂലിന്റെ, തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകൂലിന്റെ നേതൃത്വത്തിലുള്ള ടീം കേരളത്തിലൊരു സർവേ നടത്തുന്നു. അതിനുശേഷം AICCയുടെ അറിവോടെ തന്നെ മൂന്നാമത് മറ്റൊരു സർവേ കൂടി പൂർത്തിയാകുന്നു. ഈ 3 സർവേകളിലും ഒരേപോലെ പല ഫാക്ടേഴ്സാണ് പരിഗണിച്ചത്. സാമുദായിക പ്രാതിനിധ്യം, യുവ പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം, ജനസ്വീകാര്യത, ഇത് മുഴുവൻ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഉറപ്പുള്ള സീറ്റുകളിലേക്ക് പ്രവർത്തനം അല്പം വൈകിയാണ് തുടങ്ങുന്നതെങ്കിലും കടുത്ത പോരാട്ടം നടക്കാനുള്ള മണ്ഡലങ്ങളിൽ കാലേക്കൂട്ടി തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നൊരു പ്ലാനാണ് ഈ സർവേയിലൂടെ AICC ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള ടീം കേരളത്തിൽ നേരിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. പ്രചാരണത്തിൽ അടക്കം മുഖ്യ പങ്കാളിത്തം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടേതും ആയിരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ദക്ഷിണേന്ത്യയിൽ കേരളം നഷ്ടപ്പെട്ടാൽ പിന്നെ ദക്ഷിണേന്ത്യയിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി വളരെ വലുതാണ് എന്ന തിരിച്ചറിവിലാണ് സാധാരണയായി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമ്പോൾ മാത്രം സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുന്ന കോൺഗ്രസ് പതിവിന് വിപരീതമായി കാലേക്കൂട്ടി സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ട് കേരളം തിരിച്ചുപിടിക്കാനുള്ള നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. സംസ്ഥാനത്ത് മൂന്നാം വട്ട സർവേ പൂർത്തിയാക്കിയിരിക്കുകയാണ് AICC. അതിന്റെ ഭാഗമായാണ് ഈ യുവമുഖങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിട്ടുള്ളത്. ഇത്
ഔദ്യോഗികമായി ഈ നേതൃത്വത്തെ ഇങ്ങനെ ഒരു സർവേ നടക്കുന്നതും ആ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞാൽ അതിലേക്ക് വരേണ്ടി വരുമെന്നതുമൊക്കെ ഈ സംസ്ഥാനത്തെ നേതാക്കളെ അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പട്ടികയിലൂടെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. രാഹുൽ ബ്രിഗേഡ് വന്ന സമയത്തൊക്കെ മുതിർന്ന നേതാക്കൾക്കൊക്കെ കുറെ അസംതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു വിജയ മാതൃകയായി തന്നെ പിന്നീട് വരികയും ചെയ്തു. അവരാണ് ഇന്ന് നമ്മൾ കാണുന്ന കോൺഗ്രസിന്റെ യുവമുഖങ്ങളിൽ പലരും. അന്നൊക്കെ അവരിൽ പലരും ഒരുപക്ഷെ KSUവിൽ നിന്നൊക്കെ നേരെ എത്തിയ ആളുകൾ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിജയ ഫോർമുലയിൽ എത്രത്തോളം സംസ്ഥാന നേതൃത്വത്തിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാവാൻ വഴിയുണ്ട്? എടുത്തു പറയേണ്ട കാര്യം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയ, കടുത്ത അമർഷം രേഖപ്പെടുത്തി രംഗത്തെത്തിയ പ്രവർത്തക സമിതി അംഗം കൂടിയായ K. സുധാകരനെ തെരഞ്ഞെടുപ്പിന്റെ കോർ കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനായിരുന്നു ഹൈക്കമാൻഡിന്റെ തീരുമാനം. പക്ഷേ തനിക്ക് ആ പദവി ഏറ്റെടുക്കാൻ താൽപര്യമില്ല എന്ന് K. സുധാകരൻ അറിയിച്ചതോടെയാണ് മറ്റൊരാളെ ആ കോർ കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ നായകത്വം ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ മണ്ഡലം തിരിച്ചുള്ള ഒരു പട്ടിക AICC തയ്യാറാക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണ് എങ്കിൽ ഏത് വിധേനയും അധികാരത്തിലേക്ക് എത്തുക. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ഓരോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും പറയുന്നത് 100 സീറ്റുകൾക്ക് മുകളിൽ പിടിച്ചുകൊണ്ട് UDF അധികാരത്തിലേക്ക് വരുമെന്നാണ്. അത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ജയിക്കാൻ ഉറപ്പുള്ള സീറ്റുകൾക്ക് ഒപ്പം കടുത്ത പോരാട്ടം നടത്തി മണ്ഡലം തിരിച്ചെടുക്കാൻ കഴിയുമെന്ന തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് വളരെ കാലം കൂട്ടി തന്നെ പ്രവർത്തനം കേന്ദ്രീകരിക്കുക എന്നൊരു തന്ത്രം കൂടി AICCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന ഈ C ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് യുവമുഖങ്ങളെ ഇറക്കിക്കൊണ്ട് ഒരു പരീക്ഷണത്തിന്, നിർണായകമായ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറെടുക്കുന്നത്. മുതിർന്ന നേതാക്കളെ അതിന്റെ അനിവാര്യത പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും തെരഞ്ഞെടുപ്പിന്റെ സംഘാടകത്വത്തിൽ അടക്കം ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി AICC മുമ്പോട്ടെത്തുക എന്നാണ് സൂചന. ഏറ്റവും പ്രധാനം KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് വന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് VD സതീശനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടുകൾ കൊണ്ട് ഒരു വലിയ ആത്മവിശ്വാസമുള്ള ഒരു നേതൃത്വം, അല്ലെങ്കിൽ ആത്മവിശ്വാസമുള്ള പ്രതിപക്ഷ നേതൃനിര എന്നൊക്കെയുള്ള ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകിച്ച് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അതിനെതിരെയൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരുമ്പോഴും അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു പുതിയ കോമ്പിനേഷനിൽ പുതിയ യുവ നേതാക്കളുമായി അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക, അത് ഈ പാർട്ടിക്ക്, നമ്മൾ മാറി നിന്ന് നോക്കുമ്പോൾ പാർട്ടിക്ക് നൽകുന്ന ഒരു ഊർജ്ജം എത്രത്തോളം ഉണ്ടാവും? നിലമ്പൂരിൽ ഒരു തിരിച്ചടി നേരിട്ടിരുന്നെങ്കിൽ അസംതൃപ്തരായ മുതിർന്ന നേതാക്കൾ മുഴുവൻ പരസ്യമായി നേതൃത്വത്തിനെതിരെ വാക്പോരുമായി രംഗത്തെത്തിയിരുന്നു. ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത്. പക്ഷേ അതുണ്ടായില്ല. അവിടെ ഉറച്ച നിലപാട് തന്നെയാണ് ജനങ്ങൾ ഏറ്റെടുക്കുകയും അത് വലിയ ഭൂരിപക്ഷത്തിൽ, അൻവർ ഫാക്ടർ ഇല്ലാതെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിനെ, UDFനെ വിജയം നേടിക്കെടുക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. ഒരുപക്ഷെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഒക്കെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് തന്നെയായിരിക്കണം അങ്ങനെ ഒരു ഫോർമുല തന്നെ വീണ്ടും പരീക്ഷിക്കാനുള്ള AICC നേതൃത്വത്തിന്റെ നിർണായക തീരുമാനം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിൽ പൊട്ടിത്തെറികളുടെ കാലമാണ്. നമുക്കറിയാം, സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പാർട്ടിക്കെതിരെ പരസ്യമായ ഏറ്റുമുട്ടലിന് ഇറങ്ങിത്തിരിച്ച ഒരുപാട് നേതാക്കളുടെ ചരിത്രം കോൺഗ്രസിന് പിന്നിലുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. ഒരു കേഡർ പാർട്ടിയുടെ സ്വഭാവം എങ്ങനെയാണോ അത്തരത്തിൽ പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുതിർന്ന നേതാക്കൾ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു ഫോർമുലയാണ് കോൺഗ്രസ് മുമ്പോട്ട് വെക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ 1 മുതൽ 100 വരെയുള്ള എല്ലാ ഘടകങ്ങളിലും AICCയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യത്തോടെ. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ A. സജീവൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ A. സജീവൻ, കോൺഗ്രസിൽ നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഒരു AICC മൂന്നാമതും സർവേ പൂർത്തിയാക്കി യുവ മുഖങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ആ പട്ടികയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ News 18 പുറത്തുവിടുന്നത്.
നമുക്കറിയാം കോൺഗ്രസിന്റെ പ്രത്യേകമായ ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അത് ഒരിക്കലും സ്ഥാനത്ത് നിന്ന് മാറാൻ ആഗ്രഹിക്കാത്ത നേതാക്കളാണ് അതിലെ ഒരു പ്രത്യേകത. യുവാക്കൾ വരുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഡാൻ പറഞ്ഞു നിർത്തിയതുപോലെ വലിയ പൊട്ടിത്തെറികൾ, ഇറങ്ങിപ്പോക്ക്, പ്രതിഷേധം, ഇതൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചതാണ്. പക്ഷേ ഈ മൂന്നാം തവണയും അധികാരം കിട്ടിയില്ലെങ്കിൽ അത് ആ പാർട്ടിയെ തന്നെ, പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന നിലയ്ക്ക് ഈ AICC പട്ടികയും യുവ നേതാക്കൾ വരുന്നതിനെയും ഒക്കെ താങ്കൾ എങ്ങനെ കാണുന്നു? എത്ര കണ്ട് സാധ്യമാണ് ഈ പട്ടികയുമായി തെരഞ്ഞെടുപ്പിലേക്ക് പോക്ക് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച്? ഇപ്പോഴാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കൃത്യമായ കണക്കുകൂട്ടലുകൾ നടത്തി കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പൊക്കെ കേരളത്തിൽ മാത്രമല്ല ഏത് സംസ്ഥാനത്താണെങ്കിലും അവിടെയുള്ള സംസ്ഥാന നേതൃത്വം എന്ന് പറയുന്നത് പ്രായം കഴിഞ്ഞിട്ടുള്ള വൃദ്ധ നേതൃത്വമാണ്. ആ വൃദ്ധ നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കേണ്ട ഒരു ഗതികേടായിരുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനുണ്ടായിരുന്നത്. കേരളത്തിലും അത് തന്നെയായിരുന്നു. നമുക്കറിയാം, കെ കരുണാകരന്റെ കാലം മുതൽ അങ്ങോട്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ അവര് പറയുന്നതിനനുസരിച്ചുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കുക, അവര് പറയുന്ന സീറ്റുകൾ കൊടുക്കുക, അവർ ആവശ്യപ്പെടുന്ന സ്ഥാനം കൊടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട്, കാരണം അതിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 തവണ ഭരണം നഷ്ടപ്പെട്ട പോലെ ഇനി മൂന്നാമതും ഭരണം നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇപ്പോഴും നമുക്കറിയാം, ആദ്യത്തെ തവണ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്തിന്റെ ഇതിൽ. അത് ഉണ്ടായില്ല. സ്വാഭാവികമായിട്ടും അതൊരു പക്ഷെ വേണമെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയാം. പക്ഷെ അതേ ഭരണവിരുദ്ധ വികാരം ഉപയോഗിച്ചുകൊണ്ട് പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെയൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് നേതാക്കന്മാർ തമ്മിലുള്ള ഈ പോരാട്ടമാണ്. ഞാൻ ഇരിക്കുന്ന കസേര വേറൊരാൾക്ക് വിട്ടുകൊടുക്കില്ല, എനിക്കത് കിട്ടണം, ഇങ്ങനെയുള്ള പിടിവാശികൾ എനിക്ക് എന്നുള്ളതിനപ്പുറത്ത് പാർട്ടിക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരിക്കൽ പോലും കേരളത്തിലെ നേതാക്കന്മാർ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇവര് കരുണാകരന്റെ കാലം മുതൽ ഇപ്പോൾ വരെയുള്ള ആളുകൾ, ഇപ്പോഴും നമുക്കറിയാമല്ലോ ഈ സമയത്തൊക്കെ KPCC പ്രസിഡന്റ് ആരാവണം, പാർലമെന്ററി പാർട്ടി നേതാവ് ആരാവണം, ഇത്തരത്തിലുള്ള പരസ്പരം പോരാട്ടം നടത്തുന്ന കാര്യങ്ങളല്ലാതെ പാർട്ടിയെ എങ്ങനെ അടുത്ത 2026 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിക്കാം എന്നതിനെ കുറിച്ചുള്ള ചിന്തയുമില്ല. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാവുന്നത് നമുക്ക് പണ്ടറിയാം. ഒരു നേതാവ് മൂത്രം ഒഴിക്കാൻ പോയൊരു കഥയുണ്ടല്ലോ. തന്റെ പ്രിയപ്പെട്ട ആൾക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും ആ ചർച്ചയിലേക്ക് വരുമ്പോൾ മൂത്രം ഒഴിക്കാൻ പോയിട്ട് മറ്റുള്ള ആളുകൾ കൊണ്ട് പറയിപ്പിച്ച് തീരുമാനം എടുപ്പിച്ചൊരു കഥ. അതേ കഥയല്ല സംഭവം. അതേപോലെ ഈ പാർശ്വവർത്തികൾക്ക്, വൈതാളികന്മാർക്കും ഒക്കെ സീറ്റ് കൊടുക്കുന്നൊരു കാര്യമായിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് AICC കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ ആരൊക്കെ നിന്നാൽ മത്സരിച്ച് ജയിക്കാൻ പറ്റും. കുറെ കൂടി സീരിയസ് ആയിട്ട് ഈ രാഷ്ട്രീയത്തെ കാണുന്ന ആളുകളാണ് ഈ ഇപ്പോഴത്തെ കോൺഗ്രസ് യുവ നേതൃത്വം എന്നുള്ള കാര്യം സംശയമില്ല. നമ്മൾ പലപ്പോഴും പറയുമല്ലോ, ഈ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ശില്പികൾ മറ്റാരുമല്ല, അവിടെയുള്ള യുവ നേതൃത്വമാണ് എന്ന് കൃത്യമായിട്ട് ആ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ കൃത്യമായിട്ടും ഓരോ നിമിഷവും കണ്ട ഒരാളെന്ന നിലയ്ക്ക് അതിനെ അവലോകനം ചെയ്ത ആളെനിക്ക് എനിക്കറിയാം. നമ്മൾ പറയപ്പെടുന്ന വലിയ നേതാക്കന്മാരുടെ കാര്യം കൊണ്ടൊക്കെ അല്ല, പലപ്പോഴും അവർ ചെയ്തിട്ടുള്ള അബദ്ധങ്ങൾ, അവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, അതൊക്കെ തിരിച്ചടിക്കുന്ന ഘട്ടത്തിലും എങ്ങനെയൊക്കെ കാര്യങ്ങൾ നീക്കിയിട്ട് ആളുകളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം, മറുപുറത്തെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ അവിടെ തീരുമാനിച്ച് അതിനുവേണ്ടി ഇറങ്ങിയിരുന്നതും ഒരേ മനസ്സോടു കൂടിയിട്ട് കോൺഗ്രസിലെ ചില യുവ നേതാക്കന്മാരും യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരും അവരായിരുന്നു അതിന്റെ ആ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിരുന്നത്. അവരവകാശവാദങ്ങൾ ഒന്നും ഉന്നയിച്ചിട്ടില്ല. ഞങ്ങളാണ് വിജയിപ്പിച്ചതെന്ന് ഇതുവരെ അവരാരും പറഞ്ഞിട്ടുമില്ല. ഇതാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്ന കാര്യം. കാരണം പ്രവർത്തിക്കുക, പാർട്ടിയെ അധികാരത്തിലേക്ക് എത്തിക്കുക, പാർട്ടിക്ക് കൂടുതൽ സീറ്റ് ഉണ്ടായി കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പാവണമെങ്കിൽ സ്വന്തം കാര്യം സിന്ദാബാദ് വിളിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ട് ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന, എതിരാളികൾക്ക് ഭീഷണിയാവുന്ന ആളുകളെ, ഇപ്പൊ പറഞ്ഞുള്ള പേരുകളെല്ലാം നമുക്കറിയാവുന്നതാണ്. അവര് ഇറങ്ങിയിട്ട് ശക്തമായ രൂപത്തിൽ പോരാടും. അവർ രാഷ്ട്രീയം
പഠിക്കുന്നവരാണ്. സജീവൻ, ഇതിലൊരു പ്രശ്നം തോന്നുന്നത്, നമുക്കും അറിയാം, ഇപ്പോൾ ഈ യുവ നേതാക്കളുടെ പേരുകൾ കേട്ടാൽ ഈ പറയുന്ന യുവാക്കൾ എന്ന് പറയുമ്പോൾ പോലും അവർ വളരെ കാലമായി അവരവരുടെ മേഖലകളിൽ അവരവരുടെ മണ്ഡലങ്ങളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ ഇവരെ വെട്ടാൻ കാത്തിരിക്കുന്നത് മുതിർന്ന നേതാക്കളാണ്. ഒരു വളരെ വിചിത്രമായൊരു വാദം എന്ന് പറയുന്നത്, ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിൽ തലമുറ മാറ്റം ആവശ്യപ്പെട്ട നേതാക്കളൊക്കെ അവരുടെ 70-ാം വയസ്സിലും അധികാരത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയും അതിൽ തന്നെ കടിച്ചു തൂങ്ങുകയും വിവാദങ്ങൾ ഉണ്ടാക്കുകയും അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോഴും സജീവമായുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 26-ാം വയസ്സിൽ നിയമസഭാംഗമായ, 30-ാം വയസ്സിൽ മന്ത്രിയായ ആളാണ് രമേശ് ചെന്നിത്തല. കോൺഗ്രസിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്, ചെറുപ്പത്തിൽ തന്നെ പദവികളിലൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ പ്രശ്നം പിന്നീട് എത്ര പേർക്ക് അങ്ങനെ വരാൻ കഴിയും? അങ്ങനെ ഒരു നിർബന്ധത്തിന്റെ പുറത്ത് രാഹുൽ ബ്രിഗേഡ് എന്നൊരു ടീം വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യുവ നേതാക്കളെ പരിഗണിക്കുമ്പോഴേക്കും മുതിർന്ന നേതാക്കൾ പ്രശ്നമായിട്ട് വരുന്നതൊക്കെയാണ്. അപ്പോൾ ഹൈക്കമാൻഡിന് കൃത്യമായൊരു ധാരണ ഇപ്പോഴെങ്കിലും വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാം. പക്ഷേ സംസ്ഥാനത്തെ നേതൃത്വം ഇതിനോട് എത്ര കണ്ട് നേതൃത്വം ഒരുപക്ഷെ പറ്റും. പക്ഷെ മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തെ കോൺഗ്രസിൽ അവഗണിക്കാനും കഴിയില്ലല്ലോ. വൃദ്ധ നേതൃത്വത്തിന്റെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അതെല്ലാ കാലത്തും ഉണ്ടായിരുന്ന കാര്യമാണ്. കാരണം യുവാക്കൾക്ക് സീറ്റ് കൊടുത്താൽ തങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടും. ആകെയുള്ളത് ഇപ്പോൾ സംസ്ഥാന തലത്തിലാണെങ്കിൽ നിയമസഭയിലേക്ക് 140 സീറ്റുകളാണ് ആകെയുള്ളത്. അതിൽ തന്നെ കോൺഗ്രസിന് എടുക്കാവുന്ന സീറ്റുകൾക്ക് പരിധിയുണ്ട്, ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അവിടെ ഞാൻ മത്സരിച്ചാൽ മാത്രമേ ജയിക്കൂ എന്ന രീതിയിൽ ഞാൻ മത്സരിക്കണം അവിടെ എന്ന വാശി പിടിക്കുന്ന എത്രയോ ആളുകൾ നമുക്കറിയാം. ചില നേതാക്കന്മാരൊക്കെ എത്രയോ കാലമായിട്ട് ഒരു മണ്ഡലത്തിനെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതിനെ പൊളിക്കുക എന്ന് പറയുന്നതാണ് അവർ ശരിക്കും കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്യേണ്ടത്. നേരത്തെ താങ്കൾ പറഞ്ഞ ഈ രാഹുൽ ബ്രിഗേഡ് എന്ന് പറയുന്നത് അതൊരു ശരിയായ പരിശീലനം, ഒരു രീതി പോലും ആയിരുന്നില്ല. അത് കുറെ പേരെ ഇങ്ങനെ ചൂസ് ചെയ്തെടുത്തിട്ട് അവർക്ക് രാഹുൽ ഗാന്ധിക്ക് തോന്നുന്ന കുറച്ച് ആളുകളെ അവർക്ക് എത്രമാത്രം മണ്ഡലത്തിൽ സ്വാധീനമുണ്ട്, അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു പരിശോധനയും നടത്താതെയാണ് അന്നത്തെ രാഹുൽ ബ്രിഗേഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ രാഹുൽ ബ്രിഗേഡിൽ രാഹുൽ ഗാന്ധി വെച്ച ചില മാനദണ്ഡങ്ങൾ മാത്രമായിരുന്നു. അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം, അവർക്ക് രാഹുൽ ഗാന്ധിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അതല്ല, ഇപ്പോഴത്തെ യുവ നേതാക്കന്മാർ ഈ രാഹുൽ ബ്രിഗേഡിന് അപ്പുറത്തുള്ള ആളുകളാണ്. നേരത്തെ രാഹുൽ ബ്രിഗേഡിൽപ്പെട്ട ആളുകൾ വന്നിപ്പോ സജീവമായി പോലും ഇല്ല. അവര് ഈ കാണാമറയത്തേക്ക് പോകുന്നൊരവസ്ഥ വന്നു. ഇവര് ഫീൽഡിൽ ഉണ്ടാകുന്നു, ഇവർ രാഷ്ട്രീയം പഠിക്കുന്നു, ഇവർ എതിരാളികളുടെ വീഴ്ചകൾ എവിടെയാണ്, പോരായ്മകൾ എവിടെയാണ് എന്ന് കണ്ടെത്തിയിട്ട് വളരെ ശക്തമായിട്ട്, അത് അവരുടെ ഈ മാധ്യമ ചർച്ചകളിലൊക്കെ നടക്കുമ്പോൾ അറിയാം, അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു പറയുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാകുമ്പോൾ അവരെ വെട്ടാൻ ഈ പറയുന്ന വൃദ്ധ നേതൃത്വത്തിന് കഴിയണമെന്നില്ല. അവർ പക്ഷെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ ഇവരോടൊപ്പം നിൽക്കാൻ AICC തയ്യാറാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ലാതാകും. അത്തരമൊരു പരീക്ഷണത്തിലേക്ക് പോകേണ്ട ഇവിടെ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതേ പ്രശ്നമാണ്. ഈ വൃദ്ധ നേതൃത്വം ഒരിക്കൽ കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഈ അനങ്ങാതിരിക്കുന്ന വൃദ്ധ നേതൃത്വമാണ് എപ്പോഴും കോൺഗ്രസിന് തലവേദനയാവുന്നത്. അവരെയൊക്കെ മാറ്റേണ്ട കാലത്ത് ഒരു ഘട്ടം കഴിഞ്ഞാൽ മാറിക്കൊടുക്കണം അവർ. അല്ല ഞാൻ തന്നെ ആയിരിക്കണം മരിക്കുന്നത് വരെ ഈ ഇന്ന അധികാര സ്ഥാനത്ത് ഇരിക്കേണ്ടത് അല്ലെങ്കിൽ പാർട്ടി സ്ഥാനത്ത് ഇരിക്കേണ്ടത് എന്ന ഒരു ധാരണയോടുകൂടി അല്ലെങ്കിൽ ഒരു മൂഢവിശ്വാസത്തോടു കൂടി ഇരിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ തന്നെ നമുക്കറിയാം എത്ര പേർക്ക് ഓരോരുത്തർക്കും ഈ മണ്ഡലങ്ങളിൽ ജനങ്ങൾക്കിടയിൽ എത്രമാത്രം സ്വാധീനമുണ്ട്, അവർക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ഐഡന്റിറ്റി കഴിഞ്ഞാൽ ഇവരൊന്നുമല്ല, അല്ല പാർട്ടി നൽകുന്ന സ്ഥാനത്തിന്റെ ഐഡന്റിറ്റി കഴിഞ്ഞാൽ അവരൊന്നുമല്ല. അതിന് പകരം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിട്ട് എങ്ങനെയൊക്കെ വോട്ടാക്കി മാറ്റാം, എതിരാളികളുടെ വോട്ട് പോലും പിടിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, ആ രീതിയാണ് നമ്മൾ കാണേണ്ടത്. ഇവൻ കൊള്ളാം എന്ന് ആളുകൾക്ക് തോന്നുമ്പോഴാണ് ഈ താല്പര്യമില്ലെങ്കിൽ പോലും ആ പാർട്ടിയിൽപ്പെട്ട ആളുകളല്ലെങ്കിൽ പോലും വോട്ട് ചെയ്തു പോവുക. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഇപ്പോഴുള്ള ഈ യുവ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും എല്ലാം പറയുന്നു. യുവ നേതാക്കന്മാരിൽ തന്നെ പല ആളുകളും സജീവമായി വന്നിട്ട് പിന്നീട് അവരുടെ കഴിവിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ഉയരാൻ പറ്റാത്തതുകൊണ്ട് തകർന്നു പോയ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊന്നും ഇപ്പോൾ രംഗത്തെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന് പകരം നിന്നുകൊണ്ട് പോരാടുക എന്ന് പറയുന്ന അതൊരു പോരാട്ടം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ആളുകൾക്ക് മുന്നോട്ടേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ, സംസ്ഥാനത്തിൽ എന്തെങ്കിലും അധികാരം പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. അതിനുള്ളൊരു കഴിവുള്ള കുറെ പേരെന്തായാലും
യൂത്ത് കോൺഗ്രസിലുണ്ട്. അത് ഉപയോഗിക്കാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തയ്യാറായത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ന് ഞാൻ കരുതുന്നു. ഉറപ്പായും. വളരെ നന്ദി ശ്രീ എ സജീവൻ പ്രതികരിച്ചത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് AICC മൂന്നാമത് സർവേ കൂടി പൂർത്തിയാക്കി. യുവ നേതാക്കളുടെ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു. ആ പട്ടികയിൽ നമുക്ക് പരിചിതമായ കുറേ മുഖങ്ങളുണ്ട്. യുവമുഖങ്ങളെ മത്സര രംഗത്ത് ഇറക്കിക്കൊണ്ട് ഈ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. ഇനി അറിയേണ്ടത് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഈ പട്ടികയോടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന പേരുകളോടുള്ള സമീപനം എന്തായിരിക്കും? ഈ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകാൻ, പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ എത്രത്തോളം സാഹചര്യമുണ്ട് എന്നതൊക്കെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി ആരായിരിക്കും? ഇന്ന് പ്രഖ്യാപനമുണ്ടാകും. നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇന്ന് ഔദ്യോഗികമായി സ്ഥാനമൊഴിയുകയാണ്. ഈ സാഹചര്യത്തിലാണ് പുതിയ DGPയുടെ പ്രഖ്യാപനം. നിതിൻ അഗർവാളോ റവാഡ ചന്ദ്രശേഖരോ പോലീസ് മേധാവി ആയേക്കും. മന്ത്രിസഭാ യോഗത്തിന് പിറകെയാകും ഇന്ന് പ്രഖ്യാപനമുണ്ടാവുക. സ്ഥാനമൊഴിയുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബിന് SAP മൈതാനത്ത് പരേഡിൽ യാത്രയയപ്പ് നൽകി. The 4th Platoon of Kerala Armed Police 4th Battalion is led by Armed Police Inspector Shri Baiju C. is now marching past complimenting the chief guest. Now marching past complimenting the chief guest is the 5th Platoon of Kerala Armed Police 5th Battalion, led by Armed Police Inspector Shri Manoharan VK. The 6th Platoon of Kerala Armed Women Police Battalion, led by Armed Police Sub-Inspector Srimati Marina Joseph, is now marching past complimenting the chief guest. Now complimenting the chief guest is the 7th Platoon of India Reserve Battalion, led by Armed Police Inspector Ajit Kumar G. തിരുവനന്തപുരം പേരൂർക്കട SAP ഗ്രൗണ്ടിലായിരുന്നു അദ്ദേഹത്തിന് ഔദ്യോഗികമായ യാത്രയപ്പ് നൽകിയത്. അതേസമയം നിറഞ്ഞ സന്തോഷത്തോടെയാണ് പദവി ഒഴിയുന്നതെന്ന് ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറഞ്ഞു. ഇന്ന് ഈ ദിവസം വളരെ സന്തോഷത്തോടുകൂടി ആണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 35 വർഷത്തോളം സർവീസിന് ശേഷം ഇന്ന് ഞാൻ ഈ പദവിയിൽ നിന്നും വിരമിക്കുകയാണ്. ഇന്ന സമയം സന്തോഷമുണ്ട്, എല്ലാവരിനോടും നന്ദി കടപ്പാടുമുണ്ട്, പ്രൗഡ്നെസ് ഉണ്ട്. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി ആരായിരിക്കും എന്നതിൽ ഇപ്പോഴും ആകാംക്ഷയുണ്ട്. അവസാന പേരുകളായി നിതിൻ അഗർവാളിൻ്റെയും റവാഡ ചന്ദ്രശേഖറിൻ്റെയും പേര് പുറത്തു വരുമ്പോൾ പോലും ആരാകും എന്നതിൽ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന് ശേഷമാവും ഒരു പ്രഖ്യാപനം വരിക. അത് നമുക്ക് പൊതുവെ അത്ര പരിചയമില്ലാത്ത കാര്യമാണ്. സാധാരണ രീതിയിൽ ഒരു DGP ഒഴിയുമ്പോഴേക്കും അടുത്ത ആൾ കൃത്യമായി തയ്യാറായിരിക്കും. അവസാനത്തെ പേരിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ?
സംസ്ഥാന മന്ത്രിസഭാ യോഗം പ്രത്യേക മന്ത്രിസഭാ യോഗം ആരംഭിച്ചു. ഓൺലൈനായാണ് യോഗം ചേർന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്തില്ലാത്തതുകൊണ്ടാണ് ഓൺലൈൻ യോഗത്തിലേക്ക് പോയത്. ഏതായാലും ആ യോഗത്തിലാകും തീരുമാനമുണ്ടാകുക. റവാഡ ചന്ദ്രശേഖർ തന്നെ സംസ്ഥാനത്തിലെ പുതിയ പോലീസ് മേധാവിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കും. നിതിൻ അഗർവാളാണ് മറ്റു സാധ്യതയുള്ള മറ്റൊരു പേര്. പക്ഷേ റവാഡയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. കണ്ണൂർ ASP ആയിരുന്നു റവാഡ. കൂത്തുപറമ്പ് വെടിവയ്പ് സമയത്ത് കണ്ണൂരിൽ ക്രമസമാധാന ചുമതല ഉദ്യോഗസ്ഥൻ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ബ്ലാക്ക് മാർക്കായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒന്ന്. പ്രത്യേകിച്ച് CPM നേതാക്കൾക്ക് കൂത്തുപറമ്പ് വെടിവയ്പ്പൊക്കെ ആ രീതി അത്രയധികം വൈകാരിക വിഷയം കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാധ്യതകൾ അടയുമെന്നൊരു സൂചനയുണ്ട്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തെ പല പ്രധാനപ്പെട്ട പദവികളിലും CPM സർക്കാരുകളുടെ കാലത്ത് തന്നെ അദ്ദേഹം തുടർന്നിരുന്നു. 2006 VS സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം കുറച്ചുനാൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പദവികളൊക്കെ CPM ഭരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നൽകി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പഴയ CPMനുള്ള അദ്ദേഹത്തോടുള്ള അമർഷമൊക്കെ മാറിയെന്ന വിലയിരുത്തലുകളുമുണ്ട്. എങ്ങനെയെങ്കിലും അദ്ദേഹം തന്നെ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയാകും. നിതിൻ അഗർവാളിന് വേണ്ടിയിട്ട് പോലീസിലെ IPS ഉദ്യോഗസ്ഥർ വലിയൊരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിന് കൂടുതൽ താല്പര്യം ഇപ്പോൾ റവാഡയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും 9:30 മന്ത്രിസഭാ യോഗം ആരംഭിച്ചു. അത് അരമണിക്കൂറിനകം യോഗം മറ്റു കാര്യമായ അജണ്ടകളിലേക്കൊന്നും കടക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ 10 മണിക്ക് മുമ്പ് തന്നെ സംസ്ഥാനത്തിലെ പുതിയ പോലീസ് മേധാവിയായിരുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. കേന്ദ്ര സർക്കാരിൽ SPGയുടെ അടക്കം ചുമതല വഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികയിലാണ് ഇപ്പോൾ റവാഡയുള്ളത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് ഒരാഴ്ചയെങ്കിലും വേണ്ടിവരും അവിടെ നിന്ന് വിടുതലിലേക്ക് ഇവിടെ വന്ന് പുതിയ ചുമതല ഏറ്റെടുക്കാനും. ഏതായാലും വൈകിട്ട് നിലവിലെ പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്. രാവിലെ അതിന് മുന്നോടിയാണ് പോലീസിന്റെ ഔദ്യോഗിക യാത്രയപ്പ് പരേഡ് അദ്ദേഹത്തിന് നൽകിയിരുന്നു. പുതിയ മേധാവിയായി റവാഡ തന്നെയാണ് വരുന്നതെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമാകും അദ്ദേഹത്തിന്റെ സ്ഥാനമേറ്റെടുക്കൽ. ശ്രീജ, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി അല്പസമയത്തിനകം അറിയാം. സംസ്ഥാനത്ത് മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷമാണ് തീരുമാനം പ്രഖ്യാപിക്കുക. ഇപ്പോൾ ഓൺലൈനായി യോഗം ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി വലിയ താമസമില്ല. വളരെ പെട്ടെന്ന് തന്നെ പുതിയ പോലീസ് മേധാവി ആരായിരിക്കും എന്നറിയാം. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊന്ന കേസിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ് ഇന്ന് ഈ കുഞ്ഞുങ്ങളെ അടക്കിയ കുഴികൾ തുറന്ന് പരിശോധിക്കും. പ്രതികളെ ഇന്നലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. പ്രതികളായ അനീഷയെയും ഭവിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഇങ്ങനെ 2 കുഞ്ഞുങ്ങളെ ആരും അറിയാതെ കൊന്നു കുഴിച്ചിടാനുണ്ടായ മോട്ടീവ് എന്താണ് എന്നത് അറിയേണ്ടതുണ്ട്. ഇവർ പറയുന്നത് പോലെ ആദ്യത്തെ കുഞ്ഞിൻ്റേത് സ്വാഭാവിക മരണമായിരുന്നോ എന്നറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്? ശ്രീജ, എന്തായാലും 2 കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തി എന്ന് തന്നെയാണ് പോലീസ് അത്തരത്തിൽ തന്നെയാണ് കേസെടുത്തിട്ടുള്ളത്. അതായത് 12 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രതികൾ കുറ്റം സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും 2 പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കാം. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിന് തയ്യാറെടുക്കുകയാണ് പോലീസ്. ഈ അവിവാഹിതരായ മാതാപിതാക്കൾ ആണ് ഈ അനീഷയും അതുപോലെ ഭവിനും. കഴിഞ്ഞ 4-5 വർഷമായി ഇവർ ഒന്നിച്ച് താമസിച്ചു വരുന്നുണ്ട്. അതിനു മുൻപ് 2021 ആദ്യത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം അതിന്റെ മൃതദേഹം മറവ് ചെയ്യുകയും അസ്ഥികൾ എടുത്ത് സൂക്ഷിക്കുകയും ചെയ്തത്. അതായത് മരണാന്തര ക്രിയകൾ ചെയ്താൽ ഈ കുഞ്ഞിനെ കൊന്നതിന്റെ ദോഷം തീരുമെന്നാണ് അനീഷ ഭവിനെ ബോധ്യപ്പെടുത്തിയത്. എങ്ങനെയാണ് അസ്ഥികൾ സൂക്ഷിച്ചത്. രണ്ടാമത്തെ കുഞ്ഞിനെ 2024 കൊലപ്പെടുത്തുന്നത്. ഈ കുഞ്ഞിന്റെയും അസ്ഥികൾ സൂക്ഷിച്ചിരുന്നു. ഇത് അതേസമയം അനീഷയും ഭവിനും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് അനീഷ ബന്ധത്തിൽ നിന്നും പിന്മാറുന്ന സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് ഭവിൻ ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥികളുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും ഇത്തരത്തിൽ തങ്ങളെ ഈ കുഞ്ഞിനെ അനീഷ കൊലപ്പെടുത്തിയെന്നും ഈ 2 കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയെന്നുമുള്ള വിവരം പോലീസ് സ്റ്റേഷൻ നൽകുന്നതും. അങ്ങനെയാണ് പുറം ലോകം ഇങ്ങനെ ഈ 2 കുഞ്ഞുങ്ങളെ ഇങ്ങനെ അതിദാരുണമായി കൊലപ്പെടുത്തിയെന്നും ഉള്ള വിവരം അറിയുന്നത് തന്നെ ആ ഒരു സാഹചര്യത്തിന് ശേഷമാണ്. തുടർന്നാണ് ഇവരുടെ 2 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. 12 മണിക്കൂർ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതികൾ കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അതേസമയം കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി കുടുങ്ങി മരിച്ചതാണ് എന്നാണ് അനീഷ ആദ്യഘട്ടത്തിൽ പോലീസിനോട് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ്, കൊലപ്പെടുത്തിയതല്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് കൊലപാതകമാണെന്ന് തെളിയുകയും ചെയ്ത് 2 കുഞ്ഞുങ്ങളെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് 2 പേരെയും കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം അതായത് കുഞ്ഞുങ്ങളെ മറവ് ചെയ്ത കുഴി പരിശോധിക്കുമെന്ന് ഫോറൻസിക് വിദഗ്ധർ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഇന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.
മലപ്പുറം കാടാമ്പുഴയിൽ ചികിത്സ കിട്ടാതെ 1 വയസ്സുള്ള കുഞ്ഞ് മരിച്ചു എന്ന പരാതിയിൽ തുടർ നടപടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമെന്ന് പോലീസ്. അശാസ്ത്രീയ ചികിത്സാ രീതികളാണ് കുടുംബം പിന്തുടർന്നിരുന്നത് എന്നതാണ് നിഗമനം. അക്യൂപങ്ക്ചർ ചികിത്സകരായ ഹിര ഹറീര നവാസ് ദമ്പതികളുടെ മകൻ SN എർഹാനാണ് മരിച്ചത്. മാതാപിതാക്കൾ ചികിത്സ നൽകാതിരുന്നതാണോ മരണത്തിലേക്ക് നയിച്ചത് എന്ന സംശയം ഉയർന്നതോടെയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത്. കുഞ്ഞിന് അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് കുടുംബം മൊഴി നൽകിയത്. എന്നാൽ 2 മാസം മുൻപ് കുഞ്ഞിന് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു. അശാസ്ത്രീയ ചികിത്സകൾക്കായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുന്നവരാണ് ഈ ദമ്പതികൾ. ഒരിടവേള കൂടി.